എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പിസഹാപ്പവും പാലുമാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് രീതിയിൽ പിസഹാപ്പവും പാലും തയ്യാറാക്കാം. അപ്പൊ ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ഇന്നിവിടെ 1/2 കിലോ അരിക്കുള്ള പെസഹാപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പൊ കപ്പളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2 കപ്പളവിൽ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 കപ്പ് അരിക്ക് 1/2 കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ഈ രീതിക്ക് വറുത്തെടുക്കുന്നത്. ഉഴുന്നിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇങ്ങനെ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിത് ഡ്രൈ റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പം കൈ വിടാതെ തന്നെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ഉഴുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മിക്സിഡ് ജാറിലേക്കോ മാറ്റണം, അല്ലെങ്കിൽ ഇത് ഇരിക്കുന്നതോറും ഇങ്ങനെ മൂത്തുപോകും. അപ്പൊ ഞാനിവിടെ ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന സമയത്ത് ചെറിയൊരു തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്, എന്നാലും ഒരുപാട് തരിതരിപ്പായിട്ടല്ല കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചെടുത്ത ഉഴുന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഉഴുന്ന് പൊടിച്ചെടുത്ത അതേ മിക്സി ജാറിലേക്ക് തന്നെ അരി ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണെ. അപ്പൊ ഞാനിവിടെ 1/2 കിലോ അളവിൽ പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അരി ഞാൻ നന്നായി കഴുകിയതിനു ശേഷം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് മിക്സി ജാറിലേക്ക് മാറ്റിയതിനു ശേഷം ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി അരി അരച്ചെടുക്കുമ്പോഴും ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആയി പോവണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെയാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതും ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേ മിക്സി ജാറിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും 10 ചെറിയുള്ളിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി ക്രഷ് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ ചെറുകിയതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സും കൂടെ നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിക്കാൻ പാകത്തിനുള്ള അളവിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പൊ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ നമ്മൾ ഈ ഒരു പെസഹാപ്പം തയ്യാറാക്കുമ്പോൾ ഉപ്പൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ലെന്നാണ് കേട്ടോ പറയാറ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരളവിന് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല നമ്മൾ നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടെ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. കാരണം നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടുന്ന ആ ഒരു കുരുത്തോല കുരിശിന്റെ രൂപത്തിലാക്കി നമ്മൾ ഈ അപ്പത്തിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു രീതിക്കല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പൊ കുരിശപ്പം നമ്മൾ പെസഹായുടെ അന്ന് മാത്രമേ തയ്യാറാക്കാറുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ കുരിശൊന്നും വെക്കാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ ഈ അപ്പത്തിന്റെ ബാറ്റർ ഒരു 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. 5 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ആവി കയറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പാത്രം എണ്ണയൊക്കെ തടവി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ മാവ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് തന്നെ എടുത്തു കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് കുറുകിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവേ. അപ്പൊ ഇവിടെ ഞാൻ ഈ പ്ലേറ്റിന്റെ 1/4 ഭാഗത്തോളം നമ്മുടെ മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ കുരിശപ്പമാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് കുരുത്തോല എടുത്ത് കുരിശിന്റെ രൂപത്തിലാക്കി ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു അപ്പം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അപ്പം വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് പെസഹാപ്പത്തിന്റെ കൂടെയുള്ള പാലും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഈ ഒരു പാലും ഒരുപാട് രീതികളിൽ തയ്യാറാക്കാറുണ്ട്, എങ്കിലും കോമൺ ആയിട്ടുള്ളത് തേങ്ങാപ്പാലും ശർക്കരയാണ്. ഇതാണ് കേട്ടോ ഈ ഒരു പാലിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ പാല് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അപ്പമൊക്കെ വേവാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാല് തയ്യാറാക്കി എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 1/4 കിലോ അളവില് ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിനി ഒരു പാനിലേക്ക് അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കരയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഉരുകി കിട്ടിയാൽ ഇത് നമുക്ക് അരിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പം ശർക്കരയിൽ ഒരുപാട് അഴുക്കൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഇന്നിവിടെ ഒരു മൺകുടത്തിലാണ് കേട്ടോ നമ്മുടെ പാല് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു മൺകുടത്തിലേക്ക് ഞാൻ ഇവിടെ ശർക്കര അരിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഏകദേശം 1.5 തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാല് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് കുക്കിംഗ് ടൈമേ ആവശ്യമുള്ളൂ. ഓൾറെഡി നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി ചേർക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിലും ഒരുപാട് കുക്കിംഗ് ടൈം ആവശ്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഈ പാൽ ഒരുപാട് ലൂസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് കുറുകി വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ അരിപ്പൊടി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശർക്കരയും ആ രണ്ടാം പാലും കൂടെ തിളപ്പിക്കുന്ന അതിലേക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പാല് ഇച്ചിരി തിക്കായിട്ട് കിട്ടും. ഒരുപാടങ്ങ് തിക്കല്ല കേട്ടോ, എന്നാലും ആ വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ഇനി നമുക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു അരിപ്പൊടി കുക്ക് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ ഞാൻ ഈ ഒരു പാലിലേക്ക് കുറച്ച് പഴവും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് ഫ്ലേവറിന് ആവശ്യമുള്ള പൊടികൾ മാത്രം മിക്സ് ചെയ്തും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ സാധാരണയായിട്ട് എങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾ പാളയംകോടൻ പഴമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പഴം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പഴമോ മുന്തിരിയോ ഒന്നും ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ പാളയംകോടൻ പഴം ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമുള്ള പൊടികളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് ഏലക്കയും അതുപോലെ കുറച്ച് ജീരകവും ചുക്കും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പാലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയം ഒന്നാം പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് തിളച്ച് പോവാൻ പാടില്ല. ഒന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ആക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെസഹ അപ്പത്തിന്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു പാലും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പെസഹ വ്യാഴാഴ്ചയാണ് കേട്ടോ ഈ ഒരു അപ്പം മുറിക്കാറുള്ളത്. ഇപ്പൊ വീട്ടിലുള്ള മുതിർന്ന ആളാണ് കേട്ടോ ഈ ഒരു അപ്പം മുറിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് അപ്പവും പാലും തയ്യാറാക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയോടെ തന്നെ പെസഹ അപ്പവും പാലും തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇത്തവണ ഇതേപോലെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് പെസഹ അപ്പവും പാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.